അമ്മേ, ഗൗതം മുമ്പ് എന്ത് ചെയ്തു എന്നതിനേക്കാൾ അവന്റെ അനിയത്തിയുടെ കല്യാണം നടക്കാൻ പോകുന്നതിനെ കുറിച്ചാ മുത്തശ്ശിയുടെ ടെൻഷൻ. അവൻ നല്ല കാര്യമല്ലേ ചെയ്യുന്നേ? അത് നിനക്കെങ്ങനെ പറയാൻ പറ്റും? ലക്ഷ്മിയുടെ കല്യാണം കഴിയുകയാണെങ്കിൽ ആ ഗൗതം ജയിക്കും. അപ്പൊ എന്റെ മകൻ തോറ്റവനെ പോലെ തല കുനിച്ച് നിൽക്കേണ്ടി വരും. ഒരു പെണ്ണ് കല്യാണം കഴിക്കാതെ എത്ര നാളിങ്ങനെ ജീവിക്കും മുത്തശ്ശി? എന്താടാ വീര, മുറപ്പെണ്ണാണെന്നുള്ള സഹതാപമാണോ അതോ അവളുടെ കല്യാണപ്രായം എന്നെ ഓർമ്മപ്പെടുത്തുകയാണോ? നല്ല സമയമായതുകൊണ്ട് ഞാനില്ലെങ്കിലും സാരമില്ല, ഇവളുടെ നിശ്ചയം നടത്തണമെന്ന് ഞാൻ പറഞ്ഞു. അതെന്തിനാണെന്ന് വെച്ചാ ആ ഗൗതമിന്റെ വീട്ടിൽ നടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലൊരു ശുഭകാര്യം നടക്കാൻ വേണ്ടിയിട്ടാ. ഇന്നോ നാളെയോ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകേണ്ടതായ നീ ഇങ്ങനെ നേരം വെളുത്തതിന് ശേഷവും കിടന്നുറങ്ങാൻ പാടില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് തുളസിച്ചെടിക്ക് മുന്നിൽ ദീപം കൊളുത്തി പ്രാർത്ഥിച്ചിരിക്കണം. നീ അത് പറഞ്ഞു കൊടുക്കണ്ടേ ഗീതേ? നാളെ മുതൽ ചെയ്തോളാം അമ്മായി. അമ്മേ, യാത്ര കഴിഞ്ഞ് ക്ഷീണം കാണില്ലേ? അമ്മ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. എന്റെ മുറി ഒന്ന് കിടക്കാം മുത്തശ്ശി. നിന്റെ അനുജനോട് നീ പറഞ്ഞിട്ടില്ലേ ദേവാ? മുത്തശ്ശിക്ക് ഈ വീട്ടിൽ ഉറങ്ങുന്ന ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? ആ ഗൗതമിനോട് പ്രതികാരം ചെയ്യാതെ എന്റെ അമ്മ ഉറങ്ങുന്ന ഒരേ ഒരു സ്ഥലം അത് അമ്മ പോകുന്ന ക്ഷേത്രാങ്കണം മാത്രമാണ്. ഇപ്പൊ വീരന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? പണമില്ലെങ്കിൽ ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? വരാൻ പാടില്ലെന്ന് വിചാരിച്ചോ? അച്ഛൻ എന്താ ഇവിടെ ചെയ്യുന്നത്? പണമില്ലാത്ത പാത്രം അടുക്കളയിൽ എന്തിനാ മോളെ? വെളിയിലെടുത്ത് കളഞ്ഞ ആരെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ചാ ഇവിടെ കൊണ്ടുവന്ന് എറിഞ്ഞത്. ഏട്ടൻ വരും മുമ്പ് പോവാൻ നോക്കച്ചാ. വരട്ടെ. ദിവസവും എനിക്ക് കുടിക്കാൻ വേണ്ടി പാത്രത്തിനകത്ത് പൈസ വെക്കുന്ന വിവരം ഈ ലോകം മുഴുവൻ അറിയാം. അത് മാറ്റാൻ പാടില്ലല്ലോ മക്കളെ. ഇങ്ങനെ വെറും കൈയോടെ ഞാൻ മദ്യഷാപ്പിലോട്ട് ചെന്ന ചീപ്പായിട്ടുള്ള മദ്യം പോലും എന്നെ ചീപ്പായിട്ട് നോക്കും. എന്നെ വഴക്ക് പറഞ്ഞാലും അടിച്ചാലും നിന്റെ മാനം തന്നെയാ പോകുന്നത്. ലക്ഷ്മിയുടെ കല്യാണം കഴിയുന്നത് വരെ ഈ ഭാഗത്തോട്ട് വരരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? ദേഷ്യപ്പെടല്ലേ ഏട്ടാ? എന്താടി ഞങ്ങൾക്കൊന്നും ദേഷ്യം വന്നൂടെ? ലക്ഷ്മിക്ക് നല്ലൊരു ബന്ധുവാ കിട്ടിയിരിക്കുന്നത്. ദയവ് ചെയ്ത് അത് മുടക്കാൻ നിൽക്കരുത്. എനിക്ക് അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല. അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മിയുടെ കല്യാണം നടക്കുന്നത് വരെയെങ്കിലും നിങ്ങളുടെ കുടി നിങ്ങളൊന്ന് നിർത്തിയേനെ. ഞാൻ പിടിച്ചത് നിങ്ങളുടെ അമ്മയുടെ കയ്യാ. അതിനുശേഷം ഈ കുപ്പിയെ ഇത്രയും സത്യസന്ധനായ എന്നോട്
നീ ദേഷ്യപ്പെട്ടിട്ട് പാത്രത്തിൽ പൈസ വെച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. നിങ്ങൾ കുടി നിർത്തിയാലും നിങ്ങളുടെ ഈ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ കുടിക്കുന്ന ആ കാശെങ്കിലും എനിക്ക് മിച്ചം കിട്ടും. ദാ നോക്ക്, എന്റെ തോളിൽ നീ അനിയത്തിമാരെ എടുത്തു വെച്ചോ, ഞാൻ താങ്ങും. ചുമതല എടുത്തു വെച്ചാൽ ഭാരം കൊണ്ട് ഞാൻ താഴെയിടും. മനസ്സിലായല്ലോ? പൈസ എടു. എൻ്റെ കയ്യിലില്ല. എടാ, കള്ളം പറഞ്ഞാലും വിശ്വസിക്കുന്നത് പോലെ പറയണം. മോളെ ലക്ഷ്മി, നീ പൈസ മോളെ തരില്ല അച്ഛാ. ഏട്ടനോ ചേച്ചിയോ ആരും അച്ഛന് കാശ് തരില്ല. അച്ഛൻ ഇവിടുന്ന് പുറത്തു പോവാൻ നോക്ക്. നിങ്ങൾ തന്നില്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ അറിയില്ലെന്നാണോ? ഞാൻ പോകുന്നു. ഞാൻ നാളെ തന്നെ പൈസ ഉണ്ടാക്കി ഞാനൊരു പുതിയ ബോട്ടിൽ വാങ്ങിച്ചിരിക്കും. ഞാൻ ചാവാൻ പോവാ. അതല്ലാതെ ആരുടെ മുന്നിലും ഞാൻ കൈനീട്ടില്ല. എനിക്ക് ആത്മാഭിമാനമുണ്ട്. ഒന്നിനും കൊള്ളാത്ത ടിന്ന് എന്റെ കാലിന് തടസ്സമായിട്ട് വന്നാ തട്ടി എറിഞ്ഞാലേ ഞാൻ കേട്ടല്ലോ. ഏട്ടന് പണം കൊടുത്തൂടായിരുന്നോ? അച്ഛൻ്റെ ഈ സ്വഭാവം മാറണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ചാവൂന്ന് പറഞ്ഞാലും 1 രൂപ പോലും കൊടുക്കാൻ പാടില്ല. ദാഹം ഉണ്ടാകുമ്പോൾ വെള്ളത്തിന് പകരം കള്ളു കുടിക്കുന്നവർക്ക് വിശപ്പിൻ്റെ വില അറിഞ്ഞാലേ മക്കളുടെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കും. നിങ്ങളുടെ കാലിൽ ദൃഷ്ടിയിട്ടേക്കാം. ഏട്ടാ, ഞങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും എത്ര വേദനിച്ചാലും അതൊക്കെ സഹിക്കുന്നുണ്ട്. ഏട്ടനാണ് ദൃഷ്ടി വെക്കേണ്ടത്. അതെ ഏട്ടാ, ഏട്ടൻ നന്നായിട്ടിരുന്നാലേ ഞങ്ങൾ നന്നായിട്ടിരിക്കൂ. ഇങ്ങ് തരൂ ഏട്ടാ. ശരി, നിങ്ങൾ റെഡിയായിരിക്കല്ലേ? ഇതെല്ലാം ഞാനെടുത്ത് വെച്ചോളാം. നിങ്ങൾ താക്കോലെടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുക. മുത്തശ്ശി, എന്താ വേണ്ടേ? ഞാൻ നോക്കല്ലേ. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി മുത്തശ്ശി, ഞാൻ എടുത്ത് തരാലോ. നിന്റെ മുറി ഒന്ന് പരിശോധിച്ചാൽ നിനക്കെന്താ വേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇവിടെ ഒന്നും ഇല്ല മുത്തശ്ശി. അങ്ങനെയാണോ? അപ്പൊ ഞാൻ നോക്കട്ടെ. അത് ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? മാറി നിൽക്ക്. മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് മാറ്. നിന്നോടല്ലടി ഞാനിപ്പോ പറഞ്ഞത്. എന്തുപറ്റി അമ്മായി? ഏയ്, ഇവിടെ ഞാൻ പിടിച്ചു മാറ്റണോ അതോ നീ മാറ്റുന്നോ? ശിവാനി, ഇങ്ങോട്ട് വാങ്ങോളെ. വാങ്ങോളെ. വല്യമ്മേ, അത് അവിടെ വല്യമ്മ, അത് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ഈ പുസ്തകമായിട്ട് എന്താ കാര്യം? വീരരാജ, മുത്തശ്ശി. ഈ നാശത്തേലും എടുത്തുകൊണ്ട് വേഗം ഹാളിലേക്ക് വാ. ശരി മുത്തശ്ശി. മുത്തശ്ശി, അത്
പോലീസ് ഉദ്യോഗത്തിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളാ. ദേവി ഇത് അതെന്റെ കയ്യിലേക്ക് തന്നേക്ക് പ്ലീസ് മുത്തശ്ശി. ഗീതാകുമാരി, ആരതി കത്തിച്ച് വേഗം കൊണ്ടുവാ. ചെല്ല്. ശരി അമ്മായി. വല്യമ്മ, മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശി, ഈ പ്രാവശ്യം എനിക്ക് തീർച്ചയായിട്ടും പോലീസ് ജോലി കിട്ടും. ദേവരാജ് ഏട്ടനെ പോലെ ഇൻസ്പെക്ടർ ആവും ഞാൻ. പ്ലീസ് മുത്തശ്ശി, പ്ലീസ്. എന്താ ഗോവിന്ദരാജെ, പെണ്ണിനെ ഇങ്ങനെയാണോ വളർത്തുന്നത്? പഠിച്ചത് മതിയെന്ന് ഏട്ടൻ പറഞ്ഞു അമ്മേ. ഞാനിപ്പോ പറഞ്ഞത് ശിവാനിയോടല്ല ഗോവിന്ദ, അവളുടെ വല്യമ്മയോടാ. നാട് വിട്ടു പോകാൻ വേണ്ടിയുള്ള ഇവളുടെ ഈ പഠിപ്പൊക്കെ നിർത്തിച്ചേ പറ്റൂ. അറിവ് കുറച്ച് കൂടിയാൽ എനിക്കെന്ത് കുറവുണ്ടെന്നും പറഞ്ഞ് തോന്നിയവാസൊക്കെ പറയാൻ തുടങ്ങും. പറയുന്നത് കേട്ടാൽ നിനക്ക് ജീവനോടിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗായത്രിയെ പോലെ നിനക്ക് ചാകാം. ചേച്ചി നിങ്ങൾ കാരണം മരിച്ചു പോയത്.
ഓക്കെ